NDA ക്യാമ്പിന്റെ പ്രതീക്ഷകൾ എന്തെന്ന് ചോദിക്കാം. രഞ്ജിത്ത്, 4 സീറ്റ് വരെ നേടുമെന്ന പ്രതീക്ഷയിലായിരുന്നു BJP. NDA ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 4 സീറ്റ് വരെ എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. എത്രത്തോളം ആവേശത്തിലാണ് NDA ക്യാമ്പ് ഉള്ളത്? ശ്രുതി, NDA സംബന്ധിച്ച് ഇപ്പോൾ 5 സീറ്റുകളാണ് BJP പ്രതീക്ഷിച്ചിരുന്നത്. അത് BJPയുടെ സീറ്റുകൾ തന്നെയാണ്. ആ BJP സീറ്റുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും BJP വെച്ചു പുലർത്തുന്നു. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളും അത്തരത്തിലുള്ള ഒരു ശുഭപ്രതീക്ഷ BJP കൊടുക്കുന്നുണ്ട്. പല എക്സിറ്റ് പോളുകളും 4ഉം 5ഉം സീറ്റുകളൊക്കെ BJPക്ക് പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ 0 മുതൽ 4 വരെ അല്ലെങ്കിൽ 0 മുതൽ 3 വരെ സീറ്റുകൾ ഒക്കെ പ്രവചിക്കുന്ന ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ 0 എന്നൊരു ഓപ്ഷൻ, ഒരു സാധ്യത കൂടി അവിടെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റവും വരാതിരിക്കാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ 4 സീറ്റുകൾ വരെ നേടാനുള്ളൊരു സാധ്യതയും, 2 തരത്തിലും ആ ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 10 സീറ്റുകളിൽ വരെ അവർ വലിയ പ്രതീക്ഷ വെച്ചിരുന്നു. കാരണം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് കരുതിയിരുന്ന മണ്ഡലങ്ങളാണ് ഈ 10 സീറ്റുകൾ എന്ന് പറയുന്നത്. അതിൽ നേമം, കഴക്കൂട്ടം പോലുള്ള സീറ്റുകൾ തിരുവനന്തപുരത്ത്, ഒപ്പം തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ, കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ സീറ്റ്, ആ ചാത്തന്നൂർ സീറ്റ് ഒരു പക്ഷേ BJP ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സീറ്റ് കൂടിയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ മണ്ഡലം, അത് BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. പാലക്കാട് സീറ്റിൽ ഈ ഒരു ത്രികോണ മത്സരം വന്നുവെന്നും LDF അവരുടെ വോട്ടുകൾ കൃത്യമായി പിടിച്ചു. അതൊരു UDF LDF ധാരണയിലേക്ക് BJP ജയിക്കുമെന്ന് കാണുമ്പോൾ പലയിടങ്ങളിലും സംഭവിക്കാറുള്ളത് പോലെ വോട്ടിന്റെ ഒരു ധ്രുവീകരണം പാലക്കാട് സംഭവിച്ചില്ല. അതുകൊണ്ട് ജയിക്കുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. ഒപ്പം കാസർഗോഡ്, മഞ്ചേശ്വരം പരമ്പരാഗതമായി BJPക്ക് വലിയ പ്രതീക്ഷയുള്ള 2 മണ്ഡലങ്ങളാണ്. അതിൽ കാസർഗോഡ് ഷാനവാസ് പാദൂരിനെ പോലൊരു സ്ഥാനാർത്ഥി വന്നതോടുകൂടി അവിടെയും ഒരു വിജയപ്രതീക്ഷ BJP വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല സീറ്റുകൾ, തിരുവല്ല, പാല പോലുള്ള സീറ്റുകളൊക്കെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന സീറ്റുകളാണ്. ഏതായാലും ആദ്യഘട്ടത്തിൽ നേമം, കഴക്കൂട്ടവുമാണ് BJP പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങൾ. ഒപ്പം കാസർഗോഡ്, പാലക്കാട്, മഞ്ചേശ്വരം പോലുള്ള സീറ്റുകൾ അടുത്ത ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പുള്ളത്. ഭരണ മാറ്റം എന്നുള്ളൊരു സൂചനകളാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകുന്നത്. ഒപ്പം പ്രതീക്ഷ കൈവിടുന്നില്ല LDF ക്യാമ്പ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഒപ്പം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പും ഉള്ളത്.